ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരുന്ന ബ്രസീലിയൻ കത്തോലിക്ക സന്യാസിനിയായ സിസ്റ്റർ ഇന ക്യാനബാരോ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. ഏപ്രിൽ 30 ബുധനാഴ്ച 116 വയസ്സിലാണ് അന്ത്യം. റിയോ ഗ്രാൻഡെ ഡോ സൂൾ സംസ്ഥാനത്തിലെ സാന്റോ എൻട്രിക് ഡി ഓസോ ഹോമിലെ പോർട്ടോ അലേഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രസീൽ തെരേസ്യൻ സിസ്റ്റേഴ്സിന്റെ പ്രൊവിൻഷ്യൽ ഹൗസിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു സിസ്റ്റർ ഇന. സിസ്റ്ററുടെ ആജീവനാന്ത സമർപ്പണത്തിന് പോർട്ടോ അലേഗ്രയിലെ ബ്രസീലിലെ തെരേസ്യൻ സിസ്റ്റേഴ്സ് സന്യാസ സമൂഹം നന്ദി അറിയിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ 116 വയസ്സുള്ള ജാപ്പനീസ് വനിത ടൊമിക്കോ ഇറ്റൂക്ക മരിച്ചതിനെ തുടർന്നാണ് ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തിയെന്ന റെക്കോർഡ് സിസ്റ്റർ ഇന ക്യാനബാരോയ്ക്ക് സ്വന്തമായത്. സിസ്റ്റർ ഇനയുടെ മരണത്തോടെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള 115 വയസ്സുള്ള ഏദൽ കാൻഡർഹാം ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറിയെന്ന് US ജെററ്റോളജിക്കൽ റിസർച്ച് ഗ്രൂപ്പ് അറിയിച്ചു. ഒരു നൂറ്റാണ്ടിൽ അധികം നീണ്ട ജീവിതത്തിനിടെ 2 ലോകമഹായുദ്ധങ്ങൾ, 10 മാർപ്പാപ്പമാർ സഭയെ നയിച്ചത് ഉൾപ്പെടെ അനേകം ചരിത്ര സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ വ്യക്തിയായിരുന്നു സിസ്റ്റർ ഇന ക്യാനബാരോ. 1908 മെയ് 27-ന് ബ്രസീലിലെ റിയോ ഗ്രാൻഡെ ഡോ സൂളിലെ സാവോ ഫ്രാൻസിസ്കോ ഡി അസീസ് പട്ടണത്തിലാണ് ഇന ക്യാനബാരോ ലൂക്കോസ് ജനിച്ചത്. 7 കുട്ടികളിൽ രണ്ടാമത്തെ ആളായിരുന്നു ഇന. ചെറുപ്പത്തിലെ സന്യാസ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞ് അവൾ സമർപ്പിത ജീവിതത്തിൽ ആകൃഷ്ടയായി. 19-ാം വയസ്സിൽ ഉറുഗ്വേയിലെ മൊണ്ടെവീഡിയോയിലൂടെ ടെറേഷ്യൻ സിസ്റ്റേഴ്സിനോടൊപ്പം നോവിഷ്യേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നീട് സന്യാസിനിയായി. സമർപ്പിത ജീവിതത്തിന്റെ വലിയ ഒരു കാലഘട്ടം അധ്യാപികയായിട്ടായിരുന്നു സിസ്റ്റർ ഇന സേവനം ചെയ്തിരുന്നത്. റിയോ ഡി ജനീറോയിലും ഇറ്റാക്വയിലെ ടെറേഷ്യൻ സ്കൂളിലും പോർച്ചുഗീസ്, ഗണിതം, ശാസ്ത്രം, ചരിത്രം, കല തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സിസ്റ്റർ പഠിപ്പിച്ചിരുന്നു. ഇതിനിടെ അനേകർക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകി. തന്റെ ദീർഘായുസ്സുള്ള രഹസ്യങ്ങളിലൊന്ന് പ്രാർത്ഥിക്കുന്നതാണെന്നും ലോകത്തിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടി താൻ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ടെന്നും സിസ്റ്റർ ഇന വെളിപ്പെടുത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.